കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ ഫിലിപ്പി 4:13. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മളെ ശക്തനാക്കണം. ശക്തനാക്കുന്നവൻ മുഖാന്തരമാണ് നമുക്കെല്ലാം ചെയ്യാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ശക്തിയും ബലവും എല്ലാം കർത്താവാണ് നമുക്ക് ദാനം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ശക്തരാകുമ്പോഴാണ്, വീണ്ടും പൗലോസിലെ പറയുകയാണ്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. എനിക്ക് എന്താണ് ആവശ്യം? എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഫിലിപ്പി 4:19. അപ്പോൾ ഇത് കർത്താവിൻ്റെ വചനം, കർത്താവ് തരുന്ന വചനം. നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് മനുഷ്യരായി ഭൂമിയിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും എല്ലാത്തിനും ആവശ്യമാണല്ലേ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരും. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നിറയാം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് വാങ്ങിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളായി നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ വചനം ധ്യാനിക്കാം, വചനത്തോടൊപ്പം ജീവിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും പല വിധത്തിലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കും. എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. ഒരാൾ പറയുന്നത് മൊത്തം നമ്മൾ അംഗീകരിക്കണമെന്നല്ല. ഞാൻ പറയുന്നത് മൊത്തം നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കണമെന്നല്ല. നമുക്ക് എന്താണ് ആവശ്യം? നമ്മൾക്ക് ഏത് വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ചത്, അത് നമ്മൾ ഉൾക്കൊള്ളണം. ആ വചനം നമ്മൾ ഉരുവിടണം. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ മക്കളായി മാറണം. കർത്താവിൻ്റെ വചനത്തിനപ്പുറമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഒരു കെട്ടുകഥയ്ക്കും കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഒരു സ്ഥാനവുമില്ല. കെട്ടുകഥകളെല്ലാം വ്യർത്ഥമായി പോകും. കർത്താവിൻ്റെ വചനം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറാം. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതം ദാനമായി നൽകിയല്ലോ. രാത്രിയുടെ യാമങ്ങളിലെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഈ പ്രഭാതം നൽകി, പ്രഭാതത്തിൽ അങ്ങയോടൊപ്പമായിരിക്കുവാൻ, അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും തിരഞ്ഞെടുക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങളെ ശക്തനാക്കുന്നവനിലൂടെ ഞങ്ങൾക്കെല്ലാം ചെയ്യുവാൻ സാധിക്കുമെന്ന് ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അപ്പ. അപ്പൻ്റെ സ്നേഹ ഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. അവരുടേതായ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുന്നു കർത്താവേ. അവരെ എല്ലാം ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഓരോ ദിവസങ്ങളിലും അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ അപ്പ. ഓരോ ദിവസവും പുതുമേറിയ വചനം നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്നലെ കേൾക്കുന്ന വചനത്തിൻ്റെ ശക്തിയല്ല ഇന്ന് കേൾക്കുന്ന വചനം. അങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾ വചനത്തിൽ വളരുവാൻ കർത്താവേ ഞങ്ങളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ കർത്താവെ അങ്ങ് എല്ലാവരെയും ശക്തിപ്പെടുത്തുന്നതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ പിതാവേ നന്ദി, അപ്പാ പിതാവേ നന്ദി, അപ്പാ പിതാവേ നന്ദി. അപ്പാ നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ലോകമെമ്പാടുമുള്ള സർവ്വ ദൈവജനത്തെയും അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാ പ്രിയപ്പെട്ടവരുടെയും മേൽ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.